മാജിക് മോർണിംഗ്. Next morning. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും? സൗഖ്യം. ഓക്കെ, Magic morning. മാജിക് മോർണിംഗ് സർ. ഓക്കെ, നമുക്കിത് വ്യാഴാഴ്ചയാണ്. നോർമലി നമുക്ക് എല്ലാവർക്കും നിങ്ങൾ പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. നോർമലി നമുക്കുള്ള പോലെ മൈ സ്റ്റോറി അല്ലെങ്കിൽ ബുക്ക് റിവ്യൂ ഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ മൈ സ്റ്റോറി നമ്മുടെ ബി മാജിക് മെമ്പർ തന്നെയായിട്ടുള്ള സുബ്രഹ്മണ്യൻ സാറാണ്. സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ സുബ്രഹ്മണ്യൻ സാർ? ഓക്കെ, ശരി. സാർ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് അറിയാം. Gobika Stekai. Yeah, good morning, everybody. Good morning. Yeah, am I audible? സർ കേൾക്കാം. ഓക്കെ, Audio, video, okay അല്ലേ? ഓക്കെ ആണ് സർ. ഓക്കെ, ഞാൻ എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആദ്യം ചെയ്യാം. ഞാൻ ഒരു റിട്ടയർഡ് മറൈൻ എഞ്ചിനീയർ ആണ്. ഐ ഹാഡ് ബീൻ ഇൻ മെർച്ചന്റ് ഷിപ്പിംഗ് ഫോർ മോർ ദാൻ 25 years. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ബ്രേക്ക് വേണ്ടി വന്നു. എനിക്ക് ആരോഗ്യ പ്രശ്നം കാരണം ഞാൻ ഫീൽഡിൽ നിന്ന് പുറത്ത് വരേണ്ടി വന്നു. സോ ആഫ്റ്റർ ദാറ്റ് ഐ വാസ് ട്രൈങ് ഫോർ ജോബ്. ബട്ട് ഏത് ഫീൽഡിലേക്ക് കയറണം എന്നൊരു നിശ്ചയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ശേഷമാണ് ലാസ്റ്റ് മെയ്, അതായത് 2024 മെയ്യിൽ എനിക്ക് ഒരു മറൈൻ കോളേജ്, കോഴിക്കോട് തന്നെ ഒരു മറൈൻ കോളേജ് തുടങ്ങി. അവിടെ ഞാനൊരു ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തു. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണ് പഠിച്ചിരുന്നത്. പക്ഷേ കോവിഡിന് ശേഷം നമുക്ക് മനസ്സിലായി ഹെൽത്ത് ഈസ് വെൽത്ത്. കാരണം കോവിഡ് വന്നപ്പം പാവപ്പെട്ടവനും കോടിപതിയും എല്ലാവരും ഈക്വൽ ആയിരുന്നു. പിന്നെ അവിടെ എൻ്റെ ഷിപ്പിംഗ് കരിയറിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലുള്ള ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ചിട്ട, നമ്മളെ ജീവിത രീതിയിലുള്ള ചിട്ട വേണം. ലൈക്ക് മോർണിംഗ് റൂട്ടീൻസ്, മോർണിംഗ് റിച്വൽസ് എന്ന് പറയും, ആൻഡ് ബെഡ് ടൈം റിച്വൽസ്. നമ്മൾ രാവിലെ എണീറ്റ ഉടനെ എന്ത് ചെയ്യുന്നു, അതേമാതിരി നമ്മൾ ബിഫോർ ഗോയിങ് ടു ബെഡ് ചില റിച്വൽസ് നമ്മൾ പാലിക്കണം. അനദർ പോയിന്റ്, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് നമ്മൾ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനുള്ളത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. നമ്മൾ ജോലി സ്ഥലത്തായാലും നമ്മളെ വീട്ടിലായാലും മറ്റുള്ളവരോടായാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം അവർക്ക് കിട്ടിയിട്ടുണ്ടോ, നമ്മളെ ഏത് ഐഡിയ ആണോ നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരാണോ സെൻഡ് ചെയ്യുന്നത്. അതായത് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ സെൻഡർ ഉറപ്പ് വരുത്തണം. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സെൻഡർ ടു മേക്ക് ദാറ്റ് ദ റിസീവർ ഹാസ് അണ്ടർസ്റ്റുഡ് ഇറ്റ് പ്രോപ്പർലി. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ആസ്ക് ഹിം ടു ടോക്ക് ബാക്ക്. നിങ്ങൾ എന്താ മനസ്സിലാവും നിങ്ങോട്ട് പറയൂ. അപ്പം നമുക്ക് എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാം. പിന്നെ ജോലി സ്ഥലത്തായാലും നമ്മളെ വീട്ടിലായാലും നമ്മളെ റിലേഷൻഷിപ്പില് ഒരുപാട് ഈഗോ നമ്മളെ തലയിൽ ഉണ്ടാവാറുണ്ട്. സോ നമുക്കൊരു മുന്നേറ്റം വേണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ലെറ്റ് ഗോ ഈഗോ. ആ ഒരു ഈഗോ ഉണ്ടാവാൻ പാടില്ല. എനിക്കെല്ലാം അറിയാം അല്ലെങ്കിൽ നിനക്കൊന്നും അറിയില്ല, ആ ഒരു മുൻധാരണകൾ ഒരിക്കലും പാടില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ട് കുറെ ബുദ്ധിമുട്ടി അവസാനമാണ് എനിക്ക് ഒരു ലൈം ലൈറ്റ്, ഒരു ചെറിയൊരു വെളിച്ചം, ഒരു ചെറിയൊരു ത്രെഡ് കിട്ടി. ആ ത്രെഡിൽ പിടിച്ചു കയറിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥിതിയിലെത്തിയത്. അപ്പം യങ് ആയിട്ടുള്ള ആളുകളോടും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഓപ്പർച്യൂണിറ്റീസ് എപ്പോൾ വരുമെന്ന് അറിയില്ല. എപ്പോഴും നമ്മൾ 5 സെൻസുകൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം.
അത് ചിലപ്പോൾ ചിലർക്ക് ഓപ്പർച്യൂണിറ്റി നോക്സ് ഓൺലി വൺസ് ആയിരിക്കും. സോ കിട്ടുന്ന ആ സമയത്ത് യു ഷുഡ് ഗ്രാബ് ഇറ്റ്. പിന്നെ നമ്മുടെ മാനേഴ്സ് എന്ന് പറയുന്ന മാനേഴ്സ് പാലിക്കണം. അതിപ്പം ഞാൻ പോയ സ്ഥലത്ത് ഗുഡ് മോർണിംഗ് പറയുക, സോറി പറയുക, താങ്ക് യു, ഇതൊക്കെ നമ്മളൊരു ജെന്റിൽമാൻലി മാനേഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യും. അപ്പൊ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ആദ്യമായിട്ട് പരിചയപ്പെടാണ്, ഗുഡ് മോർണിംഗ് പറയാം. പിന്നെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയാം. പക്ഷെ സോറി പറയുമ്പോഴും വി മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്. അതേപോലെ തന്നെയാണ് ജോലി സ്ഥലങ്ങളിൽ ചില സമയത്ത് നമുക്ക് നമ്മളുടെ സബോർഡിനേറ്റ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ബോസിനോടോ നോ പറയേണ്ടി വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ നോ പറഞ്ഞുകൊണ്ട് യു ഷുഡ് ഫോളോ വിത്ത് എ വാലിഡ് റീസൺ. സാറേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്താ വെച്ചാൽ ഇതാണ് കാരണം എന്ന് നമ്മൾ എടുത്തു പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാവും. ജോലി സ്ഥലത്ത് എല്ലാവർക്കും വർക്ക് പ്രഷർ ഉണ്ടാവും. അതിപ്പം IT ഫീൽഡ് ആയാലും എൻ്റെ ഫീൽഡ് ആയാലും ഏതൊരു ചെറിയ ജോലി ആയാലും. കാരണം ഇപ്പോഴൊക്കെ ടൈം ഈസ് മണി, എവരിബഡി ഈസ് റണ്ണിങ് ആഫ്റ്റർ മണി. അപ്പം ടൈം ഈസ് മണി എന്ന് പറയുമ്പം ആ ടൈം ബൗണ്ട് ആയിട്ട് ചില ജോലികൾ തീർക്കേണ്ടി വരും. അപ്പൊ ആ വർക്ക് പ്രഷർ നമ്മൾ കോപ്പപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്ട്രെസ് കോപ്പ്. നമ്മൾ ജോലി സ്ഥലത്ത് നമുക്കൊരു ബഡ്ഡി വേണം. ബഡ്ഡി എന്ന് പറഞ്ഞാൽ ഒരാളോട് കൂടി നമ്മളൊരു 80% നമ്മളെ വിഷമങ്ങൾ, നമ്മളെ ഇമോഷൻസ്, അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റണം. പക്ഷെ യു മസ്റ്റ് നോ ഒരു 20% നമ്മൾ കയ്യിലുണ്ട, ഫുള്ളി ഓപ്പൺ അപ്പ് ആവാൻ പാടില്ല. പിന്നെ എല്ലാ വർക്ക് സൈറ്റിലും ഇപ്പൊ ടീം വർക്കിന് പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ 5 ഫിംഗേഴ്സ് ഒരേമാതിരി അല്ല. അപ്പം സിനർജി എന്ന് പറയും. ചിലർക്ക് ചില സ്കില്ലുണ്ട്, ചിലർക്ക് വേറെ മാതിരി സ്കില്ലുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഹയർ റാങ്ക്, ഒരു മിഡിൽ മാനേജ്മെന്റ് ലെവലിലേക്ക് പോകുമ്പം ഓരോരുത്തരുടെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾക്ക് ജോബ് ഡെലിഗേറ്റ് ചെയ്ത് അയാൾ ശരിക്കും ചെയ്യുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യാതെ നമ്മളൊരു റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ എടുത്ത കാര്യം കംപ്ലീറ്റ് ചെയ്യണം. പകുതിക്ക് വെച്ച് നിർത്തരുത്. നെവർ ഗിവ് അപ്പ്. ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വരും. ജീവിതം എന്ന് പറയുന്നത് തന്നെ പെയിനാണ്. നമ്മൾ ഭൂമിയിലേക്ക് വരുന്നത് തന്നെ പെയിനോട് കൂടിയാണ്. നമ്മൾ ഓരോ സ്റ്റെപ്പ് വരും, നമ്മൾ ഡെയിലി നമുക്ക് ഒരുപാട് പെയിൻ ഉണ്ട്. ആ പെയിൻ നമ്മൾ എൻജോയ് ചെയ്യണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഈ ക്ലാസ്സിൽ അന്ന് സൈഫ് സാർ വന്നപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. അതാണ് എനിക്ക് ഒടുവിൽ എല്ലാവരോടും പറയാനുള്ളത്. നമുക്ക് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണമെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ ഈ ഒരു മന്ത്രം, നോ കംപ്ലൈൻസ്, നോ എക്സ്ക്യൂസസ്, ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി, ആ ഒരു പാതയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ്. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ ഒരുപാട് എക്സ്ക്യൂസുകൾ ഉണ്ടാവും. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ അതിനുള്ള മാറി ചിന്തിക്കണം, എങ്ങനെ ചെയ്യാൻ പറ്റും, അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. ആൻഡ് ഫൈനലി ഐ വോണ്ട് ടു ടെൽ യു ഗൈസ്, യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. നിങ്ങൾ എത്ര ഉയരണമെന്ന് പിന്നെ ഫിക്സ് ചെയ്യുന്നത് നിങ്ങളുടെ മെന്റൽ ആറ്റിറ്റ്യൂഡാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് കൂട്ടിച്ചേർക്കാൻ ഒന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഷിപ്പിങ്ങിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വെൽക്കം. സർ താങ്ക് യു. ഈ ഒരു ഫീൽഡിലേക്ക് എന്നുള്ള ഫീൽഡിലേക്ക് എത്തിയത് ഏത് ഷിപ്പിംഗ് ഫീൽഡാണോ ഉദ്ദേശിച്ചത്? അതെ സർ. ആക്ച്വലി ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. മീൻസ് ഞാൻ ഷിപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതല്ലായിരുന്നു. എനിക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് ഞാൻ 87 പാസ് ഔട്ട് ആണ്. ആ സമയത്ത് ഇപ്പോഴുള്ള മാതിരി പ്ലേസ്മെന്റുകളൊന്നും ഇല്ല. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കാരണം അന്ന് ഇന്ത്യയിൽ തന്നെ കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കർണാടക ആണെങ്കിൽ സൂറത്ത്, തമിഴ്നാടാണെങ്കിൽ ട്രിച്ചി, അങ്ങനെ കുറച്ച് പേര് ഉണ്ടായില്ല. അപ്പൊ അതിൽ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പുറത്ത് വന്നെങ്കിലും എനിക്ക് ജോലി കിട്ടാൻ പ്രയാസമായിരുന്നു. ഞാനൊരു ഇനീഷ്യൽ 3 years ഫറൂഖിൽ ഒരു പോർട്ട് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഞാൻ ബോംബെക്ക് പോകണമെന്ന് പറഞ്ഞു. എന്നോട് ഒരു കാലിക്കൻ ഡെവലപ്മെന്റ് അതോറിറ്റിയിലെ ഒരു ചീഫ് എഞ്ചിനീയർ സംസാരിക്കാൻ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുകയാണെങ്കിൽ ഒന്ന് ഡൽഹി പോകണം, അല്ലെങ്കിൽ ബോംബെ പോകണം. ഡൽഹിയിലാണെങ്കിൽ എക്സ്ട്രീം ക്ലൈമാറ്റ്സ് ആണ്. ഹോട്ട് ആണെങ്കിൽ വളരെ ഹോട്ടാണ്,
കോൾഡ് ആണെങ്കിൽ കൊടും തണുപ്പാണ്, അത് അഡ്ജസ്റ്റ് ചെയ്യണം. ബോംബെ പോയാലും ജോലി കിട്ടും, ബട്ട് അവിടെ നമുക്ക് താമസത്തിന് ഒന്ന് കാലുകുത്താൻ ഒരു ഇടം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാനേജ് ചെയ്യാം. അപ്പം ഞാൻ ബോംബെ പോകുന്നത് ഒരു BARC ബാർക്ക് എന്ന് പറയില്ലേ, അതിന്റെ ഒരു സയന്റിസ്റ്റ് A എന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിന് കിട്ടി. ഞാൻ 3 കൊല്ലം കഴിഞ്ഞിട്ട് എല്ലാ കൊല്ലം ഉണ്ടാവാറുണ്ട്. എന്റെ കണ്ണിലെ ഹിന്ദു പേപ്പർ അന്നാണ് അത് കണ്ടത്. അപ്പൊ അവര് പറഞ്ഞു പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് തരാ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ട്രാവലിംഗ് എക്സ്പെൻസ് അയാൾ തരുന്നുണ്ടല്ലോ, 2 ദിവസം അവിടെ പോയി നിൽക്കാം. അങ്ങനെ അതൊരു ചലഞ്ചായി എടുത്തു. പക്ഷെ അത് വർക്കൗട്ടായില്ല. പിന്നീട് ബോംബെ പോയപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയാളാണ് എന്നെ വഴി തിരിച്ചു വിട്ടത്. അയാള് +2 ഷൈൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പം +2 കഴിഞ്ഞിട്ട് അയാൾക്ക് ഒരു ക്യാപ്റ്റൻ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ അയാൾക്ക് സാധിക്കാത്ത കാര്യം അയാളിലൂടെ അയാളിപ്പോ എല്ലാം പറഞ്ഞു തന്നു, ഇതിൽ എന്തൊക്കെയാണ് പ്ലസ്, ഷിപ്പിംഗ് ആകുമ്പോൾ എന്തൊക്കെ മൈനസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾ ഓവർ പീരീഡ് ഓഫ് ടൈം. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. സാറുടെ എങ്ങനെയാണ് വർക്ക് അതിന്റെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്തോ? മറൈനില് ഇപ്പൊ കറന്റ് ഉള്ളതിന് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല, പക്ഷെ മറൈൻ എക്സ്പീരിയൻസ് വേറെ എക്സ്പീരിയൻസ്. സാറിന്റെ വർക്കിംഗ് ലൈഫിൽ വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സിമ്പിൾ ആയിട്ട് പറയാം, കുറച്ച് ക്ലിയർ അല്ല സർ? ക്ലിയർ ആണ്. ഇത് ഒരു വൈബ്രേഷൻ ഉണ്ട്. ഒന്നുകൂടെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം, എന്താണ് ചോദ്യം മനസ്സിലായി? സാറിന്റെ മറൈൻ ലൈഫിലെ എക്സ്പീരിയൻസും കാര്യങ്ങളും ജോബിന്റെ ജോബ് ചെയ്തോണ്ടിരിക്കുന്ന എക്സ്പീരിയൻസിൽ ഇനീഷ്യലി കുറെ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവിടെ ആ കാലഘട്ടങ്ങളിൽ ഷിപ്പിങ്ങിൽ വരുന്നതൊക്കെ എക്സ് നേവിക്കാരായിരുന്നു. ഞാൻ 4 കൊല്ലം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് കപ്പൽ കയറിയപ്പം ഒരുപാട് 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 പ്രശ്നങ്ങൾ തന്നെയാണ്. ഹറാസ്മെന്റ് എന്ന് പറയാം. അവർ എന്നെ മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ വഴിയുണ്ടോ, നമ്മുടെ സീനിയേഴ്സിനോട് കംപ്ലൈന്റ് ചെയ്യുക, അതേമാതിരിയുള്ള വിഷയങ്ങള്. പിന്നെ എന്റെ ബോസ് തന്നെ ഒരു എക്സ് നേവിക്കാരനാണ്. അപ്പൊ എന്നെ കൊണ്ട് മോശമായ പണികളൊക്കെ എടുപ്പിക്കുക, അത് വളരെ സാധാരണ കാഡറ്റിനെ കൊണ്ട് എടുപ്പിക്കുക. പക്ഷെ ഞാൻ ഒരു ബിടെക് കഴിഞ്ഞ എഞ്ചിനീയറാണെന്ന് അവർ നോക്കിയില്ല. നമ്മൾ ഷിപ്പിൽ കയറുന്നത് ഏറ്റവും ലോവർ മോസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ക്ലീനിങ് ആണ്. ക്ലീനിങ് എന്ന് പറയുമ്പം സ്റ്റാർട്ട് ഫ്രം ദ ടോയ്ലറ്റ്. നമ്മളെ വീട്ടിൽ നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുമോ? ചെയ്യില്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ദെൻ ഇതിൽ BMHൽ എല്ലാവർക്കും ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഷെയർ ചെയ്യാനുള്ള ടൈമാണ്. നിങ്ങളൊന്ന് ചോദിക്കാവോ? ആരെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. മണി സർ? സാറ് ഈ ഡ്യൂട്ടി ഉള്ള സമയത്ത് ഈ പല രാജ്യങ്ങളിൽ പോകാൻ പറ്റിയിട്ടുണ്ടല്ലോ, അവിടെയുള്ള എക്സ്പീരിയൻസ് എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് എന്നുള്ള ഒന്ന് പറയാൻ പറ്റുമോ? രാജ്യങ്ങളിൽ പോയതെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വോയേജിൽ തന്നെ യമനിലാണ് പോയത്. ഞങ്ങള് ട്യൂറ്റിക്കോറിൽ ജോയിൻ ചെയ്തു. ട്യൂറ്റിക്കോറിൻ ടു യമനിൽ എനിക്ക് പുറത്തു പോകാൻ പറ്റി. പിന്നെ ജോർഡാനിലെ അഖബ എന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട്, അവിടെ പുറത്തു പോയി. പിന്നീട് പുറത്തു പോയത് ഓസ്ട്രേലിയ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ എന്താണെന്നറിയോ, ഈ രാജ്യങ്ങളിൽ പോർട്ട് സിറ്റിന്ന് വളരെ അകലെയായിരിക്കും. കാരണം ഞാൻ ഡ്രൈ ബൾക്ക് ഒരുപാട് പൊടി ഉണ്ടാവും. കോള്, അയണോറ്, ഇതൊക്കെ ഭയങ്കര പൊടിയുള്ള സ്ഥലമാണ്. അപ്പം ഒരു 1 മണിക്കൂറെങ്കിലും ഡ്രൈവ് ഉണ്ടാവുക നമ്മളെ സിറ്റിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഷിപ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 24/7 ആണ്. അപ്പം ഒരു ബാച്ച് ഇങ്ങനെ ഡിസ്ചാർജിങ് അല്ലെങ്കിൽ ലോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പോർട്ടിൽ എത്തുന്നത്. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാറുണ്ട്. പിന്നെ അമേരിക്കയിൽ എനിക്ക് പോകാൻ പറ്റി ഒരു ന്യൂ ഇയർ ആയിരുന്നു. എല്ലാവരും പോയി, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അത് ഒരു മിസിസിപ്പി റിവറിൽ ഞങ്ങൾ ആങ്കർ ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ സിംഗപ്പൂര് 3-4 തവണ പോയി, പക്ഷെ എനിക്ക് ഒരു തവണ പോലും പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അന്ന് ബങ്കറിന്റെ ഇൻചാർജ് ആയിരുന്നു. അപ്പൊ അത് ആ റാങ്കിലുള്ള ആൾക്ക്
അയാൾ തന്നെ എടുക്കാൻ പറ്റില്ല ഡ്യൂട്ടി. ഞാനും ചീഫ് എഞ്ചിനീയർ ഓൺ ബോർഡ് ആയിരിക്കും. അത് ശരി. ഓക്കെ സർ. സുജിത് സർ. മാജിക് മോർണിംഗ് സാർ. ഈ ഷിപ്പിലെ നമുക്ക് ഈ ക്ലൈമറ്റ് വ്യത്യാസമായിരിക്കുമല്ലോ. അതായത് കടലിലുള്ള ക്ലൈമറ്റ് ഭയങ്കര എന്താണ്, ചില സമയങ്ങളിൽ ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ രീതിയിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അത് തന്നെ എങ്ങനെ ആ സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്നത്? കാരണം പറഞ്ഞാൽ ഞാൻ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഷിപ്പ് പോകുമ്പോൾ തിരമാലകൾ, ഇത് ഈ കാറ്റും കോളൊക്കെ വരുന്ന സമയത്ത് ശക്തമായിട്ട് നമുക്ക് നിൽക്കുന്ന ഒരു ബാലൻസിങ് ഒക്കെ പോയിട്ട് ആ ഒരു ഇതൊക്കെ സിറ്റുവേഷൻസ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിനെ പറ്റി ഒന്ന് പറയാമോ? അത് സത്യമാണ്. ആക്ച്വലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് കടലുണ്ടി ചാലിയം ഇതുണ്ടല്ലോ, അവിടെ പോയാൽ തന്നെ സീ റഫുള്ള സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. സീ റഫുള്ള സമയത്ത് നമ്മളിങ്ങനെ ഒലയും. ചെറിയ ബോട്ടല്ലേ, ഷിപ്പ് ആവുമ്പോൾ തന്നെ നല്ല നീളം വീതിയുണ്ട്, സ്റ്റഡിയാണ്. പിന്നെ ഈ തിരമാലകളൊക്കെ കരയിലാണ് ഉണ്ടാവുന്നത്. കടലിൽ നമുക്ക് തിരമാലകളില്ലല്ലോ. അപ്പം സപ്പോസ് ഒരു സൈക്ലോൺ വാണിയൊക്കെ ഉണ്ടെങ്കിൽ വാട്ട് വി ഡു ഇസ്, നമ്മൾ വിൻഡ് ഫോഴ്സ് ഏത് ഭാഗത്തേക്കാണോ അതിന്റെ കൂടെ പോവുള്ളൂ. പിന്നെ പണ്ടൊക്കെ പായക്കപ്പലുകൾ അങ്ങനെയാണല്ലോ, ഇപ്പോഴാണ് എഞ്ചിനൊക്കെ വന്നത്. അപ്പം വിൻഡ് ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പോകും. പിന്നെ അതിന്റെ സ്ട്രെങ്ത് കുറയുമ്പം വി കം ബാക്ക് ടു അവർ ഓൺ പാസേജ്. അപ്പൊ ചില സമയം ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം എക്സ്ട്രാ ആയിട്ട് ഓടേണ്ടി വരും. പിന്നെ സീ സിക്നസ് എന്ന് പറയുന്നത് എല്ലാവർക്കും, ഇപ്പൊ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ തന്നെ ഓരോരുത്തർ ഛർദ്ദിക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഈ സീ സിക്നസ് എന്ന് പറയുന്നത്. അപ്പം അത് ആക്ച്വലി നമ്മുടെ ചെവിയിലുള്ള ലിക്വിഡ് ഇല്ല, വെർട്ടിഗോ, അതിന്റെ വെർട്ടിഗോ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചില 10 കൊല്ലം സർവീസിലുള്ള ഈ ചീഫ് എഞ്ചിനീയർ വരയ്ക്കും റഫ് വെതറാകുമ്പോൾ 2 ദിവസത്തേക്ക് ഔട്ടായിപ്പം, ഭക്ഷണമൊന്നും കഴിക്കില്ല, കഴിക്കുന്നൊക്കെ ഛർദ്ദിക്കും. സീ സിക്നസ് എന്ന് പറയും. അപ്പോ അത് അതിന് സീക്നസ് ടാബ്ലറ്റ്സ് ഉണ്ട്. പിന്നെ അതിലവർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മള് എംപ്റ്റി സ്റ്റമക്ക് ആയിരിക്കരുത്. എത്ര തന്നെ ഛർദ്ദിച്ചാലും എംപ്റ്റി സ്റ്റമക്കായിട്ട് ഇരിക്കാൻ പാടില്ല. യു മസ്റ്റ് കീപ് യുവർ സ്റ്റമക്ക് അറ്റ്ലീസ്റ്റ് 70%. അപ്പോ ആ അനുഭവം ഉണ്ടാവാറുണ്ട്. അതിപ്പം സീ റഫ്, ഇപ്പൊ നമ്മള് മോൺസൂൺ സമയത്ത് അറബിയൻ സീ പോകുമ്പോഴും, പിന്നെ ഒക്ടോബർ നവംബർ ബേ ഓഫ് ബംഗാളൊക്കെ റഫ് സീസൺ ആണ്. താങ്ക് യു. ഓക്കെ സർ. ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നത്? ആർക്ക് വേണമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ സർ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് എന്റെ ലഞ്ച് ബ്രേക്കിന് മാഡം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവോ. ഞാൻ ഉടനെ ചാടിക്കരെ പറഞ്ഞു ഓക്കെ, ഐ എം റെഡി. ഞാൻ ഒന്നും ആലോചിച്ചില്ല. ബിക്കോസ് എന്തോ ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന മാതിരി എനിക്ക് തോന്നുന്നത്. കാരണം കോവിഡ് സമയത്ത് ഞാൻ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള സൈഫ് സാറ്, ഷമീറ മാം, അജിത, പ്രവീണ മാം, ഇവരൊക്കെ ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഓഡിയോളായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പം അവരായിട്ട് നേരിട്ട് കാണാനുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഐ ഫീൽ വെരി പ്രൗഡ്. എനിക്ക് ഈ ഒരു അവസരം തന്നതിന് ഞാൻ ഈ മാജിക്കിനോടും സൈഫ് സാറിനോടും കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ് മാം. നമ്മള് ആരെ വിളിച്ചിട്ട് മൈ സ്റ്റോറി പറയാൻ പറയുമ്പോഴും എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് അതിന്ന് മുങ്ങാനേ നോക്കുള്ളൂ. സുബ്രഹ്മണ്യൻ സാർ ഇന്നലെ അത് വിളിച്ച് പറഞ്ഞപ്പോഴേക്ക് തന്നെ സാർ അത് ഓക്കെ പറഞ്ഞപ്പോ നമുക്ക് തന്നെ അപ്പൊ തന്നെ നമുക്കൊരു പ്രചോദനമാണ് കിട്ടിയത്. കാരണം പെട്ടെന്ന് അത് പറയാൻ കാണിച്ചു ഒരു മനസ്സിന്. എന്തായാലും എനിവേ നല്ലൊരു ഫീഡ്ബാക്കാണ് സാർ പറഞ്ഞത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഓരോ വ്യക്തികളും ഇങ്ങോട്ട് മുന്നോട്ട് വരിക. പക്ഷെ അത് മറ്റുള്ളവരെ മുന്നിൽ തുറന്ന് പറയാൻ ചിലർക്ക് അതൊരു വൈമനസ്യം ഉണ്ടാവാറുണ്ട്. എന്തിനാ എന്റെ കാര്യങ്ങൾ മറ്റുള്ളവർ അറിയണത്, അല്ലെങ്കിൽ എന്തിനാ ഒരാളോട് പറയണത് എന്നൊരു തോന്നലായിരിക്കാം അത്.
പക്ഷെ നമ്മൾ എന്തായാലും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഇത്രയും സക്സസിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഭാഗം നമ്മൾ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്നെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കൂടി ഇല്ല. എന്തായാലും സാർ എന്തായാലും ഈ ഒരു വേദിയിൽ വന്നിട്ട് സാറിന്റെ ഈ ഒരു കാര്യങ്ങൾ പറയാൻ കാണിച്ച ആ ഒരു മനസ്സിന് ഞാൻ താങ്ക്സ് പറയാണ്. അതിനോടൊപ്പം നമ്മളെ ബിമാജിക്കിന് നമ്മൾ ഈ ഒരു അവസരം നമുക്ക് തന്ന ബിമാജിക്കിനോടും നമ്മൾ താങ്ക്സ് പറയുന്നു. ഓക്കെ, താങ്ക് യു ഗോപിക, Thank you, താങ്ക് thank യു. you. Okay, thank you Sundarman, thank you so much. Okay, then വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ സർ, പറഞ്ഞോളൂ സൽ സർ. ഹായ്, മാജിക് മോർണിംഗ്. Hi, Magic Morning. ഓക്കെ, ഞാൻ പുതുതാണ്, സാറ് പരിചയമൊന്നുമില്ല കാര്യമായിട്ടൊന്നും, ഫസ്റ്റ് ആയിട്ട് കാണാൻ വന്നല്ലോ. സാറ് പറഞ്ഞല്ലോ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഹൗ ഡു ഡിഫൈൻ ദി ഗുഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു സ്കിൽസിന്റെ ഇമ്പോർട്ടൻ്റ് എത്രമാത്രം ഒരാളുടെ ലൈഫിൽ അല്ലെങ്കിൽ കരിയറിൽ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? സാറിന്റെ എന്തെങ്കിലും ലൈഫിൽ സിനാരിയോ സംതിങ് ഓർ അതില് ഒരു മെയിൻ അതിന്റെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത്, ഒരാൾ പറയുമ്പം യു ഹാവ് ടു ലിസൺ പ്രോപ്പർലി. യു ഷുഡ് ബി എ പേഷ്യന്റ് ലിസണർ. അയാൾ പറയുന്ന മുഴുവൻ കേൾക്കുക. എന്നിട്ട് അയാൾ നമ്മൾ പറയണം, ചോദിക്കാം നിങ്ങൾ പറഞ്ഞ ഇതാണോ. അപ്പം ഈ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ബോട്ടം ലൈൻ എന്ന് പറയുന്നത് ലിസണിങ് ആണ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ടു ബിക്കം എ ഗുഡ് സ്പീക്കർ യു ഹാവ് ടു ബിക്കം എ ഗുഡ് ലിസണർ. അപ്പൊ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അപ്പൊ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പേഷ്യന്റ് ലിസണർ ആയിരിക്കണം. ഒരാൾ പറയുമ്പോൾ ഇടയിൽ കയറി തോക്കിൽ കയറി വെടിവെക്കാന്ന് അറിയില്ലേ, അങ്ങനെ പാടില്ല. അയാളായിട്ട് മുഴുവൻ സംസാരിക്കാൻ പറയാ. ചിലപ്പം അയാൾ ചിലപ്പോൾ പോസ് ചെയ്തതായിരിക്കാം, എങ്കിലും അയാൾ കംപ്ലീറ്റ് ചെയ്യുന്ന വരെ നമ്മൾ ഹോൾഡ് ചെയ്യണം. അപ്പം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലെ മെയിൻ ഇതാണ്. ഞാൻ പറയുന്ന ഐഡിയ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ വീട്ടിൽ എപ്പോഴും വഴക്കാം. കാരണം എന്താ വെച്ചാൽ ഞാൻ ചിലപ്പോൾ 2 വേർഡ് പറയും. ആ 2 വേർഡ് ഞാൻ ഭാര്യയോട് പറയുമ്പം ഞാൻ പറഞ്ഞ ഉദ്ദേശം അല്ല അവർ എടുത്തിട്ടുണ്ടാവുക. സോ 2 words ഇസ് നോട്ട് ഇനഫ്. ഡു യു ഗെറ്റ് ഇറ്റ്? അല്ലേ? ഞാൻ പറഞ്ഞ ആ ആംഗിളിലല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞ ആ ഉദ്ദേശത്തിലല്ല. സോ നമ്മൾക്ക് ആ ക്ലാരിറ്റി വരണമെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ എന്താ പറയാ, ആ 2 words ഇസ് നോട്ട് ഇനഫ്. അത് ഒരുപാട് സംഭവിക്കാറുണ്ട്. അപ്പം ഇത് നമ്മൾ ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഇത് ടോക്ക് ബാക്ക്, ഫീഡ്ബാക്ക് എടുക്കണം. നമ്മൾ ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സെന്റർ ടു മേക്ക് ഷുവർ എന്റെ ഫീലിങ്സും എന്റെ ഐഡിയാസും ദ റിസീവർ ഹാസ് ഗോട്ട് ഇൻ ദ പ്രോപ്പർ വേ. അത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. ചിലപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ്, നിങ്ങൾ അങ്ങനെ കേൾക്കുന്നുണ്ട്, ബട്ട് ഹൗ ഐ നോ യു ഗോട്ട് ഇറ്റ്? നിങ്ങളിപ്പോ യു ആർ ഫിസിക്കലി പ്രസന്റ് ബട്ട് യുവർ മൈൻഡ് ഇസ് സംവെയർ, അല്ലേ? അപ്പൊ അതിനാണ് അവരുടെ ബോഡി ജസ്റ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യണം. പറയണം ഓക്കെ സർ, മനസ്സിലായി, അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ. അയാൾ ഇങ്ങനെ ഹീസ് സൈലന്റ് ആൻഡ് ഹീസ് ലിസണിങ് എന്ന് എങ്ങനെ അറിയാം? അപ്പൊ അതിന് നമ്മൾ ഫീഡ്ബാക്ക് എടുത്താലേ പറ്റുള്ളൂ. ദർ ഇസ് നോ അതർ ഷോർട്ട് കട്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പേഴ്സണലി നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംതിങ് റിലേറ്റഡ്? അതിന് ഒരുപാട് പിന്നെ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പോയാൽ ഒരുപാട് ആളുകളുണ്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ പിന്നെ ഒരു സഫ മജി എന്ന് പറഞ്ഞൊരു മാൻ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്, ഇഫക്റ്റീവ് ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞത്. അവർ നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ്. നൗ ഷീസ് ഇൻ ഗൾഫ്. ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിൽ കയറിയിട്ട് സഫ മജീദ് എന്ന് അടിച്ചാണ്. ഈസ് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, നല്ലൊരു മെന്ററും കൂടിയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ദെൻ നെക്സ്റ്റ് വേറെ ആർക്കും ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാറുണ്ടോ? ഹലോ, നമ്മളെ റസാഖ് സാറ് വന്നില്ല, അബ്ദുൾ റസാഖ് സാറ്. ഇല്ല.
അതിന്റെ അറിയുന്നുണ്ട്. സാറാണെങ്കിൽ ഇപ്പോ മിനിമം 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അതെ അതെ. Okay. നോയമ്പായോണ്ടായിരിക്കാം. നോയമ്പിന്റേതായിരിക്കാം. അതെ അതെ. ഇനി സാറിന് വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സാറിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഉള്ളവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. ഞാനിപ്പോ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവിടുത്തെ പ്ലാറ്റ്ഫോം എങ്ങനെയാ വെച്ചാല് ബേസിക് എലിജിബിലിറ്റി 10th പാസ്സാണ്. അവിടെ വരുന്ന ആളുകള് 45 വയസ്സ് മുതൽ 22 വയസ്സുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ എടുക്കുന്ന ഓഡിയൻസിൽ ഡിഫൻസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് കയ്യിൽ പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കപ്പലിലേക്ക് കയറാൻ വേണ്ടിയുള്ള നമ്മൾ അവിടെ എടുക്കുന്നത് ബേസിക് സേഫ്റ്റി ട്രെയിനിങ് ആണ്. ഗൾഫിൽ 10-12 കൊല്ലം വർക്ക് ചെയ്തിട്ട് പൈസ ഒന്നും കയ്യിൽ തങ്ങിയിട്ടില്ല, കപ്പലിൽ പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്ന ആരോ പറഞ്ഞിട്ട് ആ കോഴ്സിന് വരുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ പയറ്റി തെളിഞ്ഞിട്ട് ലാസ്റ്റില് എനിക്ക് എങ്ങനെയെങ്കിലും കപ്പലിൽ കയറണം, അവരുടെ ധാരണ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ അതാണ് ഇറ്റ്സ് എ മിത്ത്. അവിടെയും കുറച്ച് സ്ട്രഗിൾ ചെയ്യണം. പക്ഷെ ഇറ്റ്സ് എ വെരി ഗുഡ് ഫീൽഡ്. നിങ്ങൾ 10th ക്ലാസ് കഴിഞ്ഞ ഒരു ആൾക്ക് കുറച്ച് ഹാർഡ് വർക്കും കുറച്ച് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ അപ് ടു ദ ലെവൽ ഓഫ് ദി ക്യാപ്റ്റൻ വേർ യു ക്യാൻ ഏൺ ലോട്ട് ഓഫ് ഡോളേഴ്സ്. ഒരു നല്ലൊരു പ്രൊഫഷനാണ്. ആർക്കെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഗൈഡ് ചെയ്യാം. ഓക്കെ സർ. സർ ഒരു കാര്യം കൂടി, ഇപ്പൊ ഒരുവിധ ആളുകൾക്ക് റിട്ടയർമെന്റിന് ശേഷം ഇതേ ജോബ് കിട്ടാത്ത സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വെറുതെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്താണ് സാറിന്റെ സജഷൻ? എന്താണ് ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ വേറെ ഓപ്പർച്യൂണിറ്റീസ് നോക്കണോ? ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. ഒരുപാട് പേര് ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷം വെറുതെ ഇരിക്കുന്നവരുണ്ട്. റിട്ടയർമെന്റ് കഴിഞ്ഞ് ഓക്കെയാണ് വെറുതെ ഇരിക്കുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. അല്ലെങ്കിൽ ചില ബിസിനസ്സുകളായിട്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനോട് സാറിന്റെ അഭിപ്രായം എന്താണ്? നമ്മൾ റിട്ടയർമെന്റിന് ശേഷം മിക്ക ആളുകളും റെസ്റ്റ് എടുക്കാനാണ് നോക്കാറ്. പക്ഷേ ഈ ഷിപ്പിലുള്ളവർക്ക് എങ്ങനെ വെച്ചാൽ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. കാരണം അവര് വർക്കഹോളിക് എന്ന് പറയില്ലേ, കപ്പൽ പോയി കഴിഞ്ഞാൽ ആക്റ്റീവാണ്. അവിടെ വെറുതെ ഇരിക്കാതെ എല്ലാവരും ജോലി എടുത്ത് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഷിപ്പിലുള്ള ഒരു ബാഡ് ആയിട്ടുള്ള ഒരു സംഭവം, നിങ്ങൾക്ക് ഒരു ദിവസം അസുഖമായിട്ട് ഒരു ദിവസം ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു സർവൈവ്. കാരണം എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ മുറിയിൽ അവിടെ ഒരു മുറി അടച്ചു കിടന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? 24 മണിക്കൂർ നമ്മൾ ഇപ്പം അസുഖമാണെങ്കിൽ നമ്മൾ ബെഡ് കിടക്കും അല്ലേ? അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, കപ്പലിൽ കയറുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കപ്പലിൽ നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല, അസുഖം വരാൻ പാടില്ല. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ ഇല്ല. കാരണം മർച്ചന്റ് ഷിപ്സിൽ ഈ ഫെസിലിറ്റീസ് വളരെ കുറവാണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അവിടെ ബോർഡ് കാണാറുണ്ട്, നിങ്ങളെ കാത്ത് വീട്ടിലൊരു കുടുംബം ഉണ്ട്. അതേമാതിരി തന്നെ ഞാൻ അവിടെയും പറയാം, whenever you are working, just focus on what you are doing. അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഇഞ്ചുറി പറ്റി ചിലപ്പോൾ ഫിംഗർ പോവുകയോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള എന്തെങ്കിലും ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. സോ നമ്മൾ പ്രസന്റിൽ ഉണ്ടാവണം. യു ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് ഫോക്കസ്. ആ ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എനിക്ക് ഇതേമാതിരി ഒരു അബദ്ധം പറ്റി. കോവിഡിന് ശേഷം ഞാൻ ഏകദേശം ഒരു 3-4 വർഷം ഏർണിങ്സ് ഇല്ലാതെ കഴിയായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ കൂടെ നിന്ന് എന്റെ ലൈഫ് പാർട്ട്ണറാണ്. ഐ റിയലി എം പ്രൗഡ് ഓഫ് ഹർ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ മേയിലാണ് എനിക്കൊരു ബ്രേക്ക് കിട്ടിയത്. എന്താ പറ്റിയെച്ചാല് ഞാൻ എന്റെ പ്രൊമോഷൻ ടെസ്റ്റ് സമയത്തിന് ക്ലിയർ ചെയ്തില്ല. ക്ലിയർ ചെയ്തതല്ല, ഞാൻ ഒരു 4-5 അറ്റംപ്റ്റ് കൊടുത്തു. ഒരു 3 തവണ ബോംബെയിൽ ചെയ്തു. അപ്പൊ എല്ലാവരും പറഞ്ഞ് കൽക്കട്ടയിൽ പോയ പാസ്സാവുന്നു. അവിടെ പോയിട്ട് 2 തവണ ചെയ്തു. പിന്നെ ഞാൻ എന്റെ നെവർ ഗീവ് അപ്പ് സ്റ്റാൻഡ് വിട്ടു. പിന്നെ ട്രൈ ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാം, ഇപ്പൊ ഞാൻ അന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഷോറിൽ ഒരു ചീഫ് എഞ്ചിനീയർ ആയിട്ട് ഓഫീസിൽ മിനിമം 1.5 ലക്ഷം ശമ്പളമുള്ള ആളായിരിക്കണം. ഇപ്പം എനിക്ക് ഡെയിലി വേജസിനാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ആഴ്ചയിൽ 4 ദിവസം, ഈ 4 ദിവസത്തിന് എനിക്ക് 2000 രൂപ ശമ്പളം കിട്ടും പെർ ഡേ. അപ്പൊ ഇത് ഞാൻ എന്റെ പ്രൊമോഷൻ ടെസ്റ്റ് സമയത്ത് എഴുതി ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു ചീഫ് എഞ്ചിനീയർ റിട്ടയർ ചെയ്യുന്നെങ്കിൽ ഞാൻ ചെന്നൈ അല്ലെങ്കിൽ കൊച്ചിയുമായുള്ള ഒരു ഓഫീസിൽ 1.5 ലക്ഷം 2 ലക്ഷം സമ്പാദിക്കായിരുന്നു.
ഓക്കെ താങ്ക് യു സർ Okay. താങ്ക് യു. ഹലോ സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? സാർ ഇപ്പം പഠിപ്പിക്കുന്നിടത്ത് അവിടുത്തെ നമുക്കിപ്പം ഒരു എൻട്രി വേണമെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാ? അതിന്റെ ക്വാളിഫിക്കേഷനും പിള്ളേരുടെ എന്ന് പറയാൻ പറ്റുമോ? അത് ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എൻ്റെ നമ്പർ അവർ തരും, എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ സാർ, താങ്ക് യു. ഗോപിക മോളെ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തുമോ? ഓക്കെ എന്താണ്? സാറിനെ ഒന്ന് പരിചയപ്പെടുത്തുമോ? ഞാനിപ്പോ എല്ലാരെയും ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് കുറെ ആയല്ലോ വന്നിട്ട്. ഓക്കെ സാറിനെ പരിചയപ്പെടുത്തിക്കോട്ടെ. സാറ് സെൽഫ് ജസ്റ്റ് ഒന്ന് കൂടെ പറഞ്ഞു കൊടുക്കാവോ അവർക്ക്? ഓക്കെ ഞാൻ കോഴിക്കോട് NIT നിന്ന് പാസ് ചെയ്ത ഒരു എഞ്ചിനീയറാണ്. കപ്പലിൽ 25 കൊല്ലത്തിൽ പുറത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. ആരോഗ്യ പ്രശ്നം കാരണമാണ് ഞാൻ കപ്പൽ വിട്ടത്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഹെൽത്ത് ഇസ് വെൽത്ത്. ഞാൻ വീണ്ടും പറയുന്നത്, എനിക്കറിയാം ഇപ്പോഴും 65 years ഉള്ള ഒരു ചീഫ് എഞ്ചിനീയർ ഹീസ് ഏണിങ് 65 years. ഞാൻ എൻ്റെ ഏർണിങ്സ് ബ്ലോക്ക് ആകുന്ന 55ാമത്തെ വയസ്സിലാണ്. അയാൾ 65ാമത്തെ വയസ്സിൽ ഇപ്പോഴും ഏൺ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു നല്ല പ്രൊഫഷനാണ്. അപ്പം കുറെ പേർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഇപ്പൊ എല്ലാവരും ബ്ലൈൻഡ് ആയിട്ട് പോകുന്നത് IT ഫീൽഡിലേക്കാണ്, അല്ലെങ്കിൽ ഗൾഫിൽ പോവുക, പുറത്തു പോയിട്ട് പഠിക്കുക. ഇപ്പം ഈവൻ കോഴിക്കോടുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വെസ്റ്റിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് പിള്ളേർക്ക് പോലും ഈ പ്രൊഫഷനെ പറ്റി കൂടുതൽ അടുത്തറിയില്ല. അപ്പൊ ഞാൻ അവിടെയുള്ള നമ്മളെ കോളേജിലെ പ്രിൻസിപ്പാൾ തോന്നി അവിടെ പോയിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എന്തെങ്കിലും ക്ലാസ് എടുത്താൽ അവർ ദേ വിൽ ബി അവയർ. അപ്പം ഇത് നല്ലൊരു പ്രൊഫഷനാണ്. ആർക്കെങ്കിലും വരണമെങ്കിൽ മർച്ചന്റ് നേവി എന്ന് പറയുന്നത് കാർഗോ ഷിപ്പാണ്. അവിടെ ഒരു ഒറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻട്രോവേർട്ട് ആയിരിക്കരുത്. എല്ലാവരോടും നന്നായിട്ട് പഴകുന്ന ആളായിരിക്കണം. ഇൻട്രോവേർട്ട് ആയി കഴിഞ്ഞാൽ പോയി. കാരണം അതൊരു എന്താ പറയുക, ഇറ്റ്സ് എ സെക്കൻഡ് ഹോം അവേ ഫ്രം ഹോം എന്ന് നമ്മൾ പറയും നമ്മളെ ഭാഷയിൽ. നമ്മളെ വീട്ടിലൊരു ഫാമിലി ഉണ്ട്, അതേമാതിരി അവിടെ ഒരു ഫാമിലിയാണ്. ആ ഫാമിലി 2 ഡിപ്പാർട്ട്മെന്റാണ്. ഒന്ന് നാവിഗേഷൻ, ഒന്ന് എഞ്ചിനീയറിംഗ്. ഈ രണ്ട് റെയിൽവേ ലൈൻ മാതിരിയാണ്. ഈ രണ്ടും ഒരുമിച്ച് പോയാലേ കപ്പൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ അവിടെ തന്നെ EO ക്ലാഷ് ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ ചീഫ് എഞ്ചിനീയറും ക്യാപ്റ്റനും തമ്മിൽ EO ക്ലാഷ് വരും. അപ്പം നമ്മുടെ എന്താ പറയാ, സ്മൂത്ത് സെയിലിംഗ് ആയിരിക്കില്ല. സോ ഈഗോ ഉണ്ടാവാൻ പാടില്ല. വെരി സ്റ്റാർട്ടിങ് തന്നെ നിർത്തണം. അപ്പം നിങ്ങൾ ചോദ്യത്തിനുള്ള ഏകദേശം മനസ്സിലായി തോന്നുന്നു. ഞാൻ കപ്പലിൽ വർക്ക് ചെയ്ത ആളാണ്, ഇപ്പൊ പഠിപ്പിക്കുന്നു കുട്ടികളെ. പക്ഷെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 20 വയസ്സ് മുതൽ 45 വയസ്സുള്ള ആളുകളോടെ വരുന്നുണ്ട്. ഓക്കെ താങ്ക് യു. ഓക്കെ സാറിന്റെ ഫാമിലി കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? വൈഫ്, മക്കൾ? എന്റെ വൈഫ് ഷി വാസ് ബോൺ ഇൻ ട്രിവാൻഡ്രം. 97 കല്യാണം കഴിഞ്ഞു. 2 പെൺകുട്ടികളാണ്. മൂത്ത ആള് IT ഫീൽഡിൽ BTech കഴിഞ്ഞിട്ട് ഇപ്പം അഹമ്മദാബാദ് TCSൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മോള് ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂരിൽ നിന്ന് BCom ക്ലിയർ ചെയ്തു. അപ്പൊ അവിടെ നിന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടി. അവിടെ ഒരു സിംഗപ്പൂർ ബേസ്ഡ് MNCയിൽ ജോയിൻ ചെയ്തിട്ട് 1 വർഷമായി. ഓക്കെ ശരി, താങ്ക് യു സർ. ഓക്കെ, എനിവേ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഓക്കെ ആണെന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സുബ്രഹ്മണ്യ സാർ പറഞ്ഞ പോലെ സാറിന്റെ ഫീൽഡിൽ സാർ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം എന്താ പറയാ ആക്റ്റീവ് ആയിരിക്കണം, വർക്ക് ചെയ്തിരിക്കണം. ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസിന് സാർ ശൈലി, സാറിന്റെ സംസാരത്തിന് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഫുൾ ആക്റ്റീവ് ആണ് സാറെ. നമ്മളിപ്പോ BMagicൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തും സാർ ഇപ്പൊ സെഷൻ എടുത്ത സമയത്ത് സാർ ഫുൾ ഓൺ ആക്റ്റീവ്, ഫുൾ ഓൺ പവർ എന്ന് പറയുന്ന പോലെയാണ് ഫുൾ ടൈം. സോ സാറിന് ഒരു വർക്കിന്റെ ഭാഗമായിട്ടുള്ളതായിരിക്കണം മേ ബി. സോ എനിവേ ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റട്ടെ എന്ന വിഷയമാണ്. എനിവേ താങ്ക് യു സോ മച്ച് ഞങ്ങളൊരു ടൈമും തന്നതിന്. ഓക്കെ അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സർ. ഓക്കെ, താങ്ക് യു. എനിവേ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ. താങ്ക് യു. Thank you, Subrahmanyam sir. Thank you all. താങ്ക് യു സാർ, താങ്ക് യു ഓൾ.